അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പപ്പിക്കുട്ടീനെ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ചല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ കാര്യം ശ്രദ്ധിക്കുക. രണ്ടല്ല കുറച്ച് കാര്യം. അതിൽ ഹൗ ടു ചൂസ് എ ഗുഡ് ബ്രീഡർ ആൻഡ് ഹൗ ടു ചൂസ് എ ഗുഡ് ക്വാളിറ്റി പപ്പീസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ കം ലെറ്റ്സ് ഗോ. ഇത് ഒരു 2 വീഡിയോൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസ് പട്ടിക്കുട്ടിയുടെ മാത്രമായിരുന്നു. പിന്നെ അതിലെ മെയിൻ പോയിൻറ്റ്സ് കുറച്ച് പറയാൻ വിട്ടുവിടുന്നതല്ല, ലെങ്തിയായ കാരണം ഷോർട്ട് കട്ട് ചെയ്താണ്. അപ്പോൾ നമ്മളൊരു പട്ടിക്കുട്ടീനെ മേടിക്കാൻ പോകുമ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച ഞങ്ങളുടെ പട്ടിക്കുട്ടി. ഞങ്ങൾ 2 ഇത് മിക്സഡാണ്. ഷിറ്റ്സും ലഹാബ്സും ആണ്, മിക്സഡാണ്. ഇതാണ് ഞങ്ങളുടെ പേര് കുട്ടു. ഭയങ്കര കുറുമ്പെന്ന് വെച്ചാൽ ഭയങ്കര കുറുമ്പനാ. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് കളിക്കേണ്ട ടൈമാണ്. അപ്പോൾ ഞങ്ങളത് മൂവാറ്റുപുഴയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സൗണ്ട് കേൾക്കണ്ടാവും. സെറ്റിമ കിടന്നിട്ട് സെറ്റി മാന്തി പൊളിക്കണതാണ് ഈ കാണുന്നത്. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇവനിപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ബിലോ 10 ആണ്. നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ്. അങ്ങനെ അവർ ക്യാഷ് ഇതിന് വേണ്ടിയിട്ട്, അവരൊരു ക്യാഷിന് വേണ്ടിയിട്ടല്ല, അങ്ങനെ കുറേ ബ്രീഡ് ചെയ്യിപ്പിച്ച് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിവനിപ്പോൾ ജസ്റ്റ് 120 days ആയ പപ്പിക്കുട്ടിയാണ്. നല്ല അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും. കൊണ്ടുവരുമ്പോഴും നല്ലതായിരുന്നു. ഞങ്ങൾ അറൗണ്ട് 80 days ആ സമയത്താണ് എടുത്തത്. പിന്നെ മോസ്റ്റ്ലി നോക്കേണ്ടത്, അതായത് ചിലപ്പോൾ ഷിറ്റ്സു തന്നെ ഞങ്ങൾ ഈ ബ്രീഡ് തന്നെ ഇവിടെ അന്വേഷിച്ചപ്പോഴും വേറെ അന്വേഷിച്ചപ്പോഴൊക്കെ പറഞ്ഞത് 32,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു, 25,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു, 14,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു, 16,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതൊരു റീസണബിൾ റേറ്റിലാണ് തന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഒരു കാര്യം നോക്കാം, മോസ്റ്റ്ലി നോക്കേണ്ട കാര്യം, ഇപ്പോൾ ചിലവർ ബ്രീഡേഴ്സാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടീനെ എന്താ പറയുക, മോസ്റ്റ്ലി ബ്രീഡ് ചെയ്യിപ്പിച്ച് പ്രസവിച്ച് വയ്യാണ്ടായിട്ട് അങ്ങനെയുള്ളവരെ നിന്ന് മേടിക്കാതിരിക്കുക. ബിക്കോസ് അതൊരു ഹെൽത്തി പപ്പി ആയിരിക്കില്ല. പിന്നെ അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നതാണ്, എപ്പോഴും മേടിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ 20,000 25,000 അത് ഇതെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞങ്ങൾ പറയും, ഇപ്പോൾ പാരൻസ്, അതായത് അച്ഛനമ്മയുടെ ഫോട്ടോ ഇടാൻ പറയും. നമുക്കത് കണ്ടാൽ തന്നെ അറിയാം ഏജ്ഡാണ്, ഇവർ ബ്രീഡ് ചെയ്തിട്ട് കുറേ ബ്രീഡ് ചെയ്തിട്ടുണ്ട്, അവരാകെ ശോഷിച്ചിട്ട് പ്രസവിച്ച് ശോഷിച്ചെന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയുള്ളവരിന്ന് മേടിക്കാതിരിക്കാം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ബ്രീഡിങ്ങിനാണ് മേടിക്കണമെന്നുണ്ടെങ്കിലും ക്വാളിറ്റി പപ്പി മേടിക്കുക, സർട്ടിഫൈഡ് പപ്പി മേടിക്കുക. എവിടത്തെ ഏത് റേറ്റ് കൊടുക്കുകയാണെങ്കിലും പാരൻറ്റിൻ്റെ ഫോട്ടോസ് കാണിക്കാൻ പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോയിട്ട് കാണാം. അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, മേടിക്കും. ഒരു 10, 15, 20 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി മേടിക്കാതിരിക്കുക, അതാവും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇപ്പോൾ അതേപോലെ കുറേ പേര് ഓരോരോ റേറ്റ് പറയും. ഇപ്പോൾ 32,000 പറയും. അതിപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ, നിങ്ങൾക്ക് ഇപ്പോൾ പട്ടീനെ മേടിക്കാൻ 1 ലക്ഷം ഒരു ചിലവാക്കാന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവാക്കാം. ഞാൻ മക്കൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്തിരുന്നു, ഒരിക്കലും മേടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ മേടിച്ച ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അവർ ആക്ച്വലി എന്താ പറയുക, ഇതൊരു ബിസിനസ് അല്ല, അവർക്കൊരു ടൈം പാസ്സാണ്. പാരൻസിനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നല്ല കുഴപ്പമില്ല. പിന്നെ റീസണബിൾ റേറ്റ് ആയിരുന്നു അവരുടെ. പിന്നെ അവർ തന്നെ റേറ്റ് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ അവർ ബൂസ്റ്റേഴ്സൊക്കെ അവർ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, അവരുടെ പേയ്മെൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ മരുന്ന് അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ, പിന്നെ ആർക്കെങ്കിലും ഷിറ്റ്സു ഞങ്ങളെടുത്ത അവിടെ ഒന്ന് ഷിറ്റ്സും ഉണ്ട്, ലാക്സും ഉണ്ട്. പിന്നെ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് നമ്പർ വേണമെങ്കിൽ താഴെ കൊടുക്കാം. വളരെ മൂവാറ്റുപുഴ
വരെ പോകണം എന്നുള്ളൊരു ചിലവ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മൂവാറ്റുപുഴ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവരവിടേക്ക് കൊണ്ടുവന്ന് തരും. ഞങ്ങൾ പക്ഷേ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത കാരണം മക്കൾ പിന്നെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലേക്ക് തന്നെ പോയി. ഞങ്ങളുടെ പപ്പി എന്ന് പറയുന്നത് 2 ബ്രീഡും കൂടെ മിക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം, റീസണബിൾ റേറ്റിന് വേണം, നല്ല പപ്പിയാണ്. അവർ ഞങ്ങൾ പോയി നോക്കുമ്പോൾ നല്ല പപ്പീസാണ്, എല്ലാതും നല്ല ഹെൽത്തി പപ്പീസാണ്. പിന്നെ എൻ്റെ സ്വന്തം ഇതിൽ എക്സ്പീരിയൻസിൽ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയാലോ. ഇവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന പപ്പീസും ഫോട്ടോസും ഉണ്ടായിരുന്നു. 3 പേരായിരുന്നു ഉണ്ടായത്, 2 ഫീമെയിലും 1 മെയിലും ആയിരുന്നു. മെയില് ഞങ്ങളെടുത്തു, 2 ഫീമെയിലും, നല്ല 3 പപ്പീസ്, നല്ല പപ്പീസായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ നിങ്ങളിപ്പോൾ ഏത് പട്ടിക്കുട്ടിയെ മേടിക്കുകയാണെങ്കിലും, ഷിറ്റ്സ് ആണെങ്കിലും ഹസ്ക് ആണെങ്കിലും പൊമറേനിയനാണെങ്കിലും ഏതാണെങ്കിലും നന്നായിട്ടൊന്ന് അന്വേഷിച്ച് റിസർച്ച് ചെയ്തിട്ട് മേടിക്കുക. പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയാം. അതായത് ഗാർഡിങ്ങിനാണോ, അതായത് ടോയ് ആണോ, ചുമ്മാ അങ്ങനെയാണോ, ആ ഒരു ഇതിൽ നോക്കിയിട്ട് മേടിക്കാം. പിന്നെ ചിലവരുണ്ട്, അതായത് അവർ ബ്രീഡ് ചെയ്യുന്നതല്ല. 1-2 പേര് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല റേറ്റുമാണ്, കോസ്റ്റ്ലിയാണ്. ഇവർ ബ്രീഡ് ചെയ്യുന്നവർ എടുത്തിട്ട് ഇവർ കൊണ്ടുവന്ന് എന്നിട്ട് ഇവർ നമുക്ക് സെയിൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് അത്ര ചാർജ് വരില്ല. ഈ എടുക്കുന്ന ഇടനിലക്കാരെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇവർ ഒരുപാട് ചാർജ്, ഇവർ സർട്ടിഫൈഡ് ആണെന്ന് പറയും. ഈ ഓൾറെഡി സർട്ടിഫൈഡ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ അതായത് അതിൻ്റെ ബ്രീഡേഴ്സ്, സർട്ടിഫൈഡ് ബ്രീഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇന്ന് മേടിക്കുമ്പോൾ അവർക്ക് സർട്ടിഫൈഡ് ആണ്, അവർക്ക് അത്ര കാശ് വരും. ഈ ഇടയിൽ നിന്ന് നിൽക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ഛനമ്മയുടെ ഫോട്ടോ ചോദിക്കുമ്പോൾ മാത്രമേ ഇവർക്കത്, ഈ ഇടയിൽ നിൽക്കുന്നവർക്ക് അത് തരാൻ പറ്റില്ല. അവർ കൊടുക്കുമായിരിക്കും. പിന്നെ എവിടെ നിന്നാണ് എന്താണ്, മോസ്റ്റ്ലി അവിടെ പോയിട്ട് എടുക്കാം, അച്ഛനമ്മേനെ കണ്ടിട്ട് എടുക്കാം. ഇപ്പോൾ ചിലവരുണ്ട് നോർത്ത് സൈഡിൽ നിന്നൊക്കെ, നോർത്ത് സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പോലെയാണ്. അവിടെ കൊണ്ടുവന്നിട്ട് ആ വെയിലത്ത് ഇതുകൊണ്ട് ചില ഇട്ടിട്ട് വെക്കണ അങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പറയണ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ നോർത്തിലായിരുന്നപ്പോൾ പറയണത് ഒരു ചന്ത പോലെയാണ്. അത് ഒട്ടും എന്താ പറയുക, അതൊന്നും ഒട്ടും ഹെൽത്തി അല്ല. ഈ ബ്രീഡേഴ്സ്, ഈ അതായത് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ വീട്ടിലൊന്നും ആ പട്ടിക്കുട്ടി പോലും ഉണ്ടാവില്ല, പാരൻസ് ഉണ്ടാവില്ല, ഈവൻ ഫീമെയിൽ പോലും ഉണ്ടാവില്ല. ചിലവരിപ്പോൾ മെയിലും ഫീമെയിലും ഉണ്ടാവില്ല. മെയിൽ വേറൊരു വീട്ടിലായിരിക്കും, ഫീമെയിൽ ഇവരുടെ അവിടെ ആയിരിക്കും കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതാണ്. അതൊന്നും ഉണ്ടാവില്ല. ഇവർ പപ്പീസിനെ കൊണ്ടുവരും, എന്നിട്ട് അവർ തന്നെ സർട്ടിഫൈഡിനെ മേടിക്കും. എന്നിട്ട് ഇവർ കൊള്ള വിലയ്ക്ക് ഒരുപാട് വില ഇതായിട്ട് നമ്മൾക്ക് തരും. അങ്ങനെ എത്രയോ പേരുണ്ട്. ഞങ്ങളിത് അന്വേഷിച്ച സമയത്ത് ഓരോരുത്തർ പറയാം അത്രയുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പാരൻസിനെ കാണിക്കാൻ പറയുമ്പോൾ, ഫോട്ടോ കാണിക്കുമ്പോൾ അവരവിടെ ഇല്ല, ചോദിക്കട്ടെ. അങ്ങനെയുള്ളവരെയൊന്നും ഒരിക്കലും പപ്പീസിനെ മേടിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ പോയി മേടിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ മൂവാറ്റുപുഴ, ഇപ്പം ഇനിയിപ്പോൾ വല്ല പഞ്ചാബിൽ നിന്നോ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പോയി മേടിക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് അവരുടെ ആണോ എന്ന് നോക്കുക. അല്ല ഈ ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ അത് മേടിക്കാതിരിക്കുക. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ട കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എങ്ങനെ സ്ഥലത്ത് വളർന്നതാണോ, എങ്ങനെയാണോ, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ മോസ്റ്റ്ലി മേടിക്കുമ്പോൾ ഡയറക്റ്റ് മേടിക്കാൻ നോക്കുക. അപ്പോൾ കാശും കുറവ് കിട്ടും, നല്ല സാധനവും കിട്ടും. അപ്പോൾ ഇതെല്ലാം ഓർത്ത് വെച്ചിട്ട് വേണം ഒരു പട്ടിക്കുട്ടീനെ മേടിക്കാൻ.